ഹലോ, ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴെടുത്ത വീഡിയോ ആണ്. കുറേ നാളായി ഈ വീഡിയോ എടുത്തിട്ട്, എന്നാൽ ഇപ്പം അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായ കാണുമല്ലോ, കാടും മേടും തോടും പുഴയും ഒക്കെ ഉള്ളത് തന്നെ. പുഴയില്ല കേട്ടോ, തോടും ഒക്കെ ഉള്ളതാണ് ഞങ്ങളുടെ നാടെന്ന് പറയുന്നത്. അപ്പോൾ ദേ അവിടെ റബ്ബറായിരുന്നു, ഇപ്പം മണ്ണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി ഇട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ പഴയ ഒരു സ്ഥലമുണ്ട്, അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അത് കേട്ടോ. ഇപ്പം ഞങ്ങൾ പോകുന്നത് വേനൽക്കാലത്തായതുകൊണ്ട് വെള്ളച്ചാട്ടമൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ വരുമ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങോട്ടൊന്ന് പോകുന്നത്. ഞാനും മോനും നാത്തൂനും അപ്പുറത്തെ വീട്ടിലെ കലയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോയത് ഈ കാണുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഇത് ഞങ്ങളുടെ തോടാണ്. കുഞ്ഞുനാളിലൊക്കെ ഞങ്ങൾ വന്ന് അവിടെയായിരുന്നു തുണി കഴുകലും കുളിക്കുന്നതും ഒക്കെ അവിടെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ തോടിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന പേര് ഊറ്റുകുഴി എന്നാണ്. മീൻസ് ഒരു പാറക്കെട്ടിൻ്റെ അകത്തുനിന്ന് ഊറ്റിറങ്ങിയ വെള്ളമാണ് വരുന്നത്. അത് മഴയുള്ള സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിപ്പോഴത്തെ അവസ്ഥയാണ്. പണ്ട് ഇതുപോലെ ആയിരുന്നില്ല, മൊത്തം റബ്ബറായിരുന്നു. ഇപ്പോൾ റബ്ബറൊക്കെ മാറ്റിയിട്ട് കൈതച്ചക്കയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാലാവസ്ഥയാണ് അവിടെ. കുറേ നേരം ഈ വൈകുന്നേര സമയമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ നല്ല കാറ്റും നല്ലൊരു വൈബായിരുന്നു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം പോകുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടുകൂടെ കുറച്ചുകൂടെ ഒരു ഇഷ്ടമായിരുന്നു. ആ കാണുന്ന കൊന്നമരമില്ലേ, അതിൻ്റെ അടുത്തേക്ക് പോകാനാണ് ഞങ്ങളുടെ തയ്യാറെടുപ്പ്. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ഈ കാട്ടുപയറെന്ന് പറയും ഞങ്ങൾ ഈ ചെടിക്ക് കേട്ടോ. അപ്പോൾ അവിടെ അതെല്ലാം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഈ കാണുന്നതെല്ലാം ഓരോ പാറകളാണ്, കുഞ്ഞു പാറകളാണ്. അതിൻ്റെ മുകളിൽ ഈ കാട്ടുപയർ കിളിച്ചിട്ട് ചിലത് ഉണങ്ങിപ്പോയി കരിയിലയൊക്കെ ആയി നിൽപ്പുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഫസ്റ്റ് അങ്ങോട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. അതിൻ്റെ പുറകെ മോൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ പോകുന്നതും അതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ പോയതാണ്. അതിൻ്റെ അടുത്തേക്ക് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പകച്ച് നിൽക്കുമായിരുന്നു, പോകണോ വേണ്ടയോ ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച്. അപ്പം പിന്നെ ഞാൻ ഇറങ്ങിയതിൻ്റെ പുറകെ മോനും ഇറങ്ങി. പിന്നെ അവിടെ ഞങ്ങൾ എല്ലാവരും അവിടെ തന്നെ പോയി കേട്ടോ. കലയും അശ്വിനിയും ഞങ്ങളെല്ലാവരും കൂടി അവിടെ തന്നെ പോയി. പിന്നീട് ആ കാണുന്ന പാറയുടെ അവിടെയാണ് നമ്മൾ ഈ ഊറ്റി വരുന്ന വെള്ളം എന്ന് പറഞ്ഞത്. ചെറിയൊരു വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇനി മഴ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടേക്കാം. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല വൈബാണ് കേട്ടോ. നല്ല ഫോണും അല്ലെങ്കിൽ ക്യാമറയൊക്കെ ആയിട്ട് പോയിരുന്നെങ്കിൽ നല്ല കുറേ പിക്ചേഴ്സൊക്കെ എടുക്കാമായിരുന്നു. നമ്മുടെ കയ്യിലുള്ളതൊരു ഡൂക്ലി ഫോണൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളായിരുന്നു. കലയെ കൊണ്ടാണ് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചത്. പിന്നെ എനിക്ക് നല്ലൊരു ഓർമ്മ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണക്ക് സമയം ആകുമ്പോഴത്തേക്ക്, അതായത് മാർച്ച് ഏപ്രിൽ